ഹലോ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സെറ്റ് എക്സാമിന്റെ ഒഫീഷ്യൽ ആൻസർ കീ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് എങ്ങനെയാണ് ഒഫീഷ്യൽ ആൻസർ കീ നമ്മൾ പരിശോധിക്കുക. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒഫീഷ്യൽ ആൻസർ കീ എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക എന്നതിലുപരി അവർ തന്നിട്ടുള്ള ഒഫീഷ്യൽ ആൻസർ കീയിൽ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് അത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. സോ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പെൻസ് ഉണ്ടോ, ആൻഡ് ചലഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ആൻസർ കീ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നിങ്ങളുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ എന്താണെങ്കിലും അതിൽ ബ്രൗസർ തുറക്കുക, ക്രോമോ മറ്റേതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക LBS സെറ്റ് 2025. ഓക്കെ, ഇതുമായിട്ട് സമാനമായിട്ടുള്ള എന്ത് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് ജൂലൈ 2025, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണാനായിട്ട് പറ്റും, ആൻസർ കീസ് പബ്ലിഷ്ഡ് ഓൺ 25/8/2025, 2025 ഓഗസ്റ്റ് 25 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. സോ ആൻസർ കീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മുഴുവൻ സബ്ജക്റ്റുകളിലെയും ആൻസർ കീ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പേപ്പറിന്റെയും ആൻസർ കീ ഉണ്ട്. നമുക്കറിയാം, എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് വേർഷൻ A ആണോ B ആണോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ വേർഷൻ A ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഹിസ്റ്ററി നോക്കാം, നമ്മൾ എന്ത് ചെയ്യുക, എയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റിനകത്തുള്ള 1 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ LBS തന്നിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്, ഓപ്ഷൻ A ആണോ B ആണോ എന്നുള്ളത് നോക്കുക. നമ്മളെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലുമൊക്കെ ഉത്തരം LBS തന്നത് ശരിയല്ല, നമ്മളുടേതാണ് ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ആൻസർ കീനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വാലിഡ് പ്രൂഫുമായിട്ട് ആൻസർ കീനെ ചലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ടർ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, പാളയം, തിരുവനന്തപുരം എന്നുള്ള അഡ്രസ്സിലാണ് അയക്കേണ്ടത്. ആൻഡ് ഇത് ഉണ്ടാക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം ഫോർമാറ്റ്. ഈ ഫോർമാറ്റിൽ നമ്മൾ പേപ്പർ 1 ആണോ പേപ്പർ 2 ആണോ, ആൻഡ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കൊടുക്കണം, വേർഷൻ ഏതാണെന്ന് കൊടുക്കണം, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കണം, ആൻഡ് ആൻസർ കീ ഓപ്ഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് കൊടുക്കുക, നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് കൊടുക്കുക, എന്താണ് ചലഞ്ച് ചെയ്യാനുള്ള കാരണം, ആൻഡ് അതിന്റെ പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഫൈനലി ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചലഞ്ച്, ഒന്നിലധികം ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യന് 300 രൂപ എന്നുള്ള രീതിയിൽ നമ്മളൊരു DD അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 300 രൂപ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 300 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു DD അടയ്ക്കേണ്ടതായിട്ട് വരും. ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ നിന്ന് ഒരു DD അടയ്ക്കണം. ആൻഡ് ഈ DDന്റെ നമ്പർ നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു സംഗതി, ഇഫ് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിം ജെനുവിൻ ആണ്, അതായത് നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫൈനൽ ആൻസർ കീയിൽ റിവൈസ്ഡ് ആൻസർ കീ വരും. ആ സമയത്ത് നമ്മൾ പറഞ്ഞ ഉത്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പേ ചെയ്തിട്ടുള്ള 300 രൂപ റീഫണ്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവും എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോമാറ്റിൽ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അവസാനത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം, അക്കൗണ്ട് നമ്പർ, ബാങ്ക് ബ്രാഞ്ച്, IFSC കോഡൊക്കെ നമ്മൾ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു എൻവലപ്പിലിട്ട് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓൾസോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത് കൊണ്ട് ഈ അക്കൗണ്ട് നമ്പറിലേക്കാണ് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലെയിം ജെനുവിൻ ആണ് എന്ന് കണ്ടാൽ അവർ പൈസ തിരിച്ച് അയക്കുക. അപ്പോൾ ഇത്രയാണ് ആൻസർ കീ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്.